നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഉടനെ ഒരു 3 കോടി രൂപ രാമേട്ടന് കൊടുത്തേ പറ്റൂ. മൂന്ന് കോടിയോ? അവിവേകം ഒന്നും കാണിക്കണ്ട, നിന്റെ കൊറനത്ത് പാട് വീഴും. മൈഥിലി, നീ എന്നോടുള്ള വൈരാഗ്യം കുഞ്ഞിനോട് തീർക്കണ്ട. കുഞ്ഞ് വിശന്നിട്ടാ കരയുന്ന. കുഞ്ഞുങ്ങളായ വിശക്കും, വിശന്നാ കരയും. അതിന് നിനക്കെന്താ? നീ നിന്റെ പാട് നോക്കി പോടി. ഇതെന്റെ കുഞ്ഞ. ഇതിനെന്തെങ്കിലും പറ്റിയാലേ നിനക്കെന്താ? ഇറങ്ങടി വെളിയില്. ഇറങ്ങാൻ. അങ്ങോട്ട് ഇറങ്ങി പോടി. മൈഥിലി, ഇറങ്ങിപ്പോടി. ഓ, എന്റെ കുഞ്ഞ്. മൈഥിലി, മൈഥിലി. മീനാക്ഷി, എന്തിനാ നീ കരയുന്നേ? നമ്മുടെ കുഞ്ഞ് വിശന്ന് കരയ. ഫുഡ് കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ ചോദിച്ചിട്ട് അവള് തരുന്നില്ല. അവൾക്ക് കുഞ്ഞിനോട് യാതൊരു സ്നേഹവും. അത് കുഞ്ഞിനോട് കാണിക്കുന്ന അവളുടെ പെരുമാറ്റം കാണുമ്പോ നമുക്ക് മനസ്സിലാവും. അവൾക്ക് അവളോടല്ലാതെ മറ്റാരോടും ഒരു സ്നേഹമില്ല മീനാക്ഷി. എനിക്ക് പറ്റിപ്പോയൊരു വലിയ തെറ്റാ അവള്. എന്ത് ഞാൻ സഹിക്കാം, പക്ഷെ എന്റെ കുഞ്ഞ് കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാർത്തേട്ട. എനിക്കറിയാം മീനാക്ഷി നിന്റെ വിഷമം. അതേ സങ്കടം എനിക്കുമില്ലേ. ഞാൻ ആ കുഞ്ഞിന്റെ അച്ഛനല്ലേ. കുഞ്ഞ് കിടന്ന് കരയുന്നത് കണ്ട് ഞാൻ എടുക്കാൻ നോക്കിയപ്പോ അവൾ എന്നെ പിടിച്ച് പുറത്താക്കി മുറി അടച്ചു കളഞ്ഞു. അവളെ ഞാൻ എന്താ ചെയ്യേണ്ടത് മീനാക്ഷി? ക്ഷമിക്കാതെ മറ്റൊരു മാർഗവും ഇല്ല കാർത്തേട്ട. നമ്മുടെ കുഞ്ഞിനെ നമുക്കൊന്ന് കാണുമെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അവളോട് തൽക്കാലം ക്ഷമിച്ചേ പറ്റൂ. കുഞ്ഞിനോടുള്ള മീനാക്ഷിയുടെ സെന്റിമെന്റ്സ് വെച്ച് അവള് മുതലെടുക്കുക. നിന്നോട് എങ്ങനെയെങ്കിലും പകരം വീടണം. അത് മാത്രം അവളുടെ ലക്ഷ്യം. ഞാൻ എന്ത് സഹിക്കാം, ക്ഷമിക്കാം, എന്റെ കുഞ്ഞിന് വേണ്ടി. ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ ആ നാശം പിടിച്ചവളെ ഇതിനകത്ത് താമസിപ്പിക്കുന്ന എന്തിനാ? അടിച്ച് വെളിയിലാക്കിയാലോ? ഇതൊക്കെ നമ്മൾ പലവട്ടം ആലോചിച്ച് ഉപേക്ഷിച്ച കാര്യങ്ങളല്ലേ കാർത്തേട്ട. അങ്ങനെ ചെയ്താല് അവള് കുഞ്ഞിനെ കൊണ്ട് പോയിക്കളയില്ലേ. ഇതിപ്പോ കുഞ്ഞിനെ എല്ലാവർക്കും കാണുമെങ്കിലും ചെയ്യാലോ, ദൂരെ നിന്നെങ്കിലും. അവള് കുഞ്ഞിനോട് കാണിക്കുന്ന ഇത്തരം ദ്രോഹങ്ങൾ കൂടി നമ്മൾ കാണണ്ടേ മീനാക്ഷി? എന്തായാലും നീ കരയാതെ മീനാക്ഷി. എല്ലാത്തിനും വൈകാതെ ഒരു പോംവഴി ഉണ്ടാവും. അങ്ങനൊരു പോംവഴി ഉണ്ടായല്ലേ പറ്റൂ. ഇന്ന് കോടതിയിൽ പോയേ പറ്റൂ. അവളുടെ ഇമ്മോറൽ ലൈഫ് ചൂണ്ടിക്കാണിച്ച് നല്ലൊരു വക്കീലിനെ വെച്ച് നമുക്ക് കേസ് കൊടുക്കാം. വഴിവിട്ട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെ എന്തായാലും കോടതി കുഞ്ഞിനെ വിടില്ല. നമുക്ക് അനുകൂലമായ വിധി തന്നെ വരും. സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ക്ഷമിക്കുന്നതാ. പക്ഷേ സാഹചര്യം നമ്മളെ അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും? കോടിക്കണക്കിന് നന്മയുള്ള അമ്മമാർക്കിടയിൽ ഇങ്ങനെ ഒരു ജന്മം. ഇവളാണോ ഒരു അമ്മ? എന്റെ മീനാക്ഷി കരയാതെ. നമുക്കിതൊക്കെ തരണം ചെയ്തല്ലേ പറ്റൂ. ഒരു തുള്ളി വിഷം മതി, എല്ലാം കലുഷിതമാകും. ശാന്തമായ തടാകം പോലായിരുന്നു നമ്മുടെ ഈ വീട്. ഒരു കല്ല് വന്ന് വീണു, മൈഥിലി എന്ന കല്ല്. ഇനി പറഞ്ഞിട്ടോ പരിതപിച്ചിട്ടോ യാതൊരു കാര്യമില്ല. അവൾ ഇവിടെ കയറി വന്നപ്പോഴേ അതൊരു മാരകമായ ക്യാൻസർ ആണെന്ന് നമ്മൾ തിരിച്ചറിയണമായിരുന്നു. പോട്ടെ, ഇനി അത് എത്ര കല്ലിലിട്ട് അലക്കിയാലും അത് വെളുക്കാൻ പോകുന്നില്ല. ഇനി ഇവളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? അതാ ഞാൻ ആലോചിക്കുന്നത്. അവൾക്ക് ഉടുമ്പിന്റെ ജന്മ ജഗദീഷേട്ടാ. ഉടുമ്പ് പിടിവീണാലേ മുറിച്ചു മാറ്റണം, അല്ലാതെ പിടിവിടില്ല. മാലതി, അത് നീ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
എന്തിനാ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സംസാരം? നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമൊന്നുമില്ലേ? അത് നിന്റെ മൗലിക അവകാശമല്ലേ? നീ ആ മൈഥിലിയെ സപ്പോർട്ട് ചെയ്തോ? എനിക്കോ എന്റെ വീട്ടുകാർക്കോ യാതൊരു കുഴപ്പമില്ല. അയ്യോ ജഗദീഷ് ഏട്ടാ, അത് പിന്നെ ദയവായിട്ട് ഞങ്ങളെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കരുത്, അത്രേ ഉള്ളൂ. എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജഗദീഷ് ഏട്ടാ. ഞങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തൽക്കാലം ഈ മൈഥിലി എവിടം വരെ പോകുന്നൊന്നും അറിയട്ടെ. അതിനുശേഷം നമ്മൾ തമ്മിലുള്ള കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കാം. അത് പിന്നെ അവള് കുഞ്ഞിനെ എന്റെ കൈ തരുന്നില്ലല്ലോ മുത്തശ്ശി. കുഞ്ഞ് കരയായിരുന്നു. മോളൊന്ന് വിഷമിക്കാതെ നിൽക്ക്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും, അല്ലാതെ തരവില്ല. അമ്മേ, അച്ഛാ, അമ്മയോടും അച്ഛനോടുമായി അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്നാ പിന്നെ ചേച്ചി സംസാരിച്ചോ, ഞാൻ മുറിയിലേക്ക് പോവാം. മാലതി വാ. നിക്കടാ, നീ എന്റെ സ്വന്തം കൂടപ്പറപ്പല്ലേ? മാലതി നിന്റെ ഭാര്യയും. നീ കേൾക്കുന്നത് കൊണ്ട് എനിക്കെന്താ? അല്ലെങ്കിലും നീ കേൾക്കണം, ഞങ്ങളെ സഹായിക്കണം. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? നീ അത് പറയേ. കാര്യം എന്താണെന്ന് നീ തുറന്നു പറ മോളെ. നീ പറയാതെ ഞങ്ങൾ അറിയുവോ? ദുബായിന്ന് രാമേട്ടൻ വിളിച്ചിരുന്നു. അയാള് വല്ല ഫിലിപ്പീനിനും കെട്ടിക്കാണും. അതാ ഇവരെ തിരക്ക് ഇങ്ങോട്ട് വരാത്തത്. ഇങ്ങനെ വിഷമിക്കാതെ ചേച്ചി കാര്യം പറ. അമ്മ വിളിച്ചത് എന്തിനാ അമ്മായി? അവിടെ രാമേട്ടന്റെ ബിസിനസ് ഒക്കെ ആകെ തകർന്നു. ഇടയ്ക്കിടയ്ക്ക് അവന്റെ ബിസിനസ് പൊട്ടുന്നതൊരു പതിവാണല്ലോ. അതിലിപ്പോ പുതുമയൊന്നുമില്ല. മറ്റൊരാളുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചത് തന്നെ. അവിടെ അയാള് വല്ല ഒപ്പിച്ചു കാണും. ഉടനെ അയാള് പോലീസ് പിടിയിലാവും. അവരെടുത്ത് ജയിലിലൂടും. അങ്ങനെ മനസ്സിന് ആശ്വാസമുള്ള ഒരു ന്യൂസും കേട്ടു. ഞാൻ എന്ത് വേണമെന്നാ മോള് പറയുന്നേ? ഉടനെ ഒരു 3 കോടി രൂപ രാമേട്ടന് കൊടുത്തേ പറ്റൂ. 3 കോടിയോ? 3 കോടി. അമ്പട പൊളിസു. അത് നാളെ തന്നെ അയച്ചു കൊടുക്കണമെന്ന് രാമേട്ടൻ പറഞ്ഞത്. നാട്ടില് വിശ്വസ്തനായ ഒരാളുണ്ട്, അയാളെ ഏൽപ്പിച്ചാ മതി. അയാൾ അവിടെ കൈമാറ്റം ചെയ്തോളും. അവൻ ഇത് പതിവാക്കിയിരിക്കുക. ഇവിടെ കൊടുക്കാൻ കാശൊന്നുമില്ല. അമ്മേ, അങ്ങനെ പറയരുത്. രാമേട്ടന്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാ. ചെമ്പകമംഗലത്തിന്റെ തറക്കടിയിൽ നിധിയൊന്നും കുഴിച്ചിട്ടിട്ടില്ലെന്നാ നിന്റെ രാമേട്ടനോട് പറഞ്ഞേക്ക. അമ്മേ, എല്ലാരും ഗൾഫിൽ ബിസിനസ് നടത്തുന്നത് കാശ് ഉണ്ടാക്കാനാ. ഈ രാമേട്ടൻ ബിസിനസ് നടത്തുന്നത് കാശ് കളയാനാ. നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നീ എന്നെയും എന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു ഭാര്യയായിരുന്നെങ്കിൽ നിന്റെ അഭിപ്രായം ഞങ്ങൾ സ്വീകരിച്ചേനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.